നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ ടൂറിസം സാധ്യതകൾക്ക് വലിയ കുതിപ്പേകുന്ന ഇറിഗേഷൻ ടൂറിസം പദ്ധതിക്ക് കോളപ്ര മുനമ്പിൽ തുടക്കമാവുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. CHR മേഖലയിൽ പട്ടയങ്ങളുടെ എണ്ണം, വിസ്തീർണം എന്നിവ സംബന്ധിച്ച് വിവരശേഖരണം നടത്തി. ഒരു വർഷം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കാത്തത് എന്തുകൊണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു. ദുരിതം സമ്മാനിച്ച് ന്യൂമാൻ കോളേജ് ബൈപ്പാസ്. കൃത്യമായ സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ ന്യൂമാൻ കോളേജിന് സമീപത്തെ ജംഗ്ഷൻ അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PR അനിലിനെ SHO മർദ്ദിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബൈസൺ വാലി ഗ്യാപ് റോഡിൽ വീണ്ടും വാഹനാപകടം. ചക്രപടിക്കുടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ബസ് റോഡിന്റെ തിട്ടയിൽ ഇടിച്ചു മറിഞ്ഞു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിലെ ടൂറിസം സാധ്യതകൾക്ക് വലിയ കുതിപ്പേകുന്ന ഇറിഗേഷൻ ടൂറിസം പദ്ധതിക്ക് കോളപ്ര മുനമ്പിൽ തുടക്കമാകുന്നു. തൊടുപുഴയ്ക്കടുത്തുള്ള കാഞ്ഞാറിനും കോളപ്ര മുനമ്പിനും ഇടയിലുള്ള ജലാശയത്തോട് ചേർന്ന ഭൂമിയിലാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതി ജില്ലയിലെ ചെറുകിട കച്ചവടക്കാർക്ക് മുതൽ മുഴുവൻ ആളുകൾക്കും ഗുണകരമാവുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ടൂറിസം രംഗത്ത് ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറും. കോളപ്ര മുനമ്പിൽ 116.20 കോടിയുടെ ജലസേചന ടൂറിസം പദ്ധതിക്ക് അനുമതി നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നോഡൽ ഏജൻസിയായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് 116.20 കോടി രൂപയാണ് അടങ്കൽ തുകയായി നിശ്ചയിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി 4 സോണുകളിലായി തിരിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. ജലാശയങ്ങളുടെ സംരക്ഷണം മുൻനിർത്തി കോൺക്രീറ്റ് നിർമ്മാണങ്ങൾക്ക് പകരം പ്രീ ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ കഴിയുന്ന പദ്ധതി ജില്ലയിലെ ചെറുകിട കച്ചവടക്കാർ മുതൽ മുഴുവൻ പേർക്കും ഗുണകരമാകുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതി പ്രദേശത്തിന് മുകൾ ഭാഗത്തായി കേരള വാട്ടർ അതോറിറ്റിയുടെയും പഞ്ചായത്തിന്റെയും കുടിവെള്ള പമ്പിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ഒരു കാരണവശാലും ജലസ്രോതസ്സുകൾ മലിനമാകാത്ത രീതിയിലുള്ള ശാസ്ത്രീയമായ മലിനജല സംസ്കരണ സംവിധാനങ്ങൾ ഏജൻസി ഉറപ്പാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലസേചന വകുപ്പിന്റെയും KIIDCയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയെന്നും ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ കോളപ്ര മുനമ്പ് പ്രധാന അടയാളമായി മാറുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം നടത്തുന്നതിനും കുറ്റപത്രം സമർപ്പിക്കുന്നതിനും SITക്ക് വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗൗരവമായി അവരത് പരിശോധിക്കണം. മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിലാണ്. ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത കേസിലും ഇയാൾക്ക് ജാമ്യം ലഭിക്കും. കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം ലഭിക്കും. ഇങ്ങനെയുള്ളപ്പോൾ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നടത്തുന്നതിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും SITക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഗൗരവതരമായി അവരത് പരിശോധിക്കണം. മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യമാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിലാണ് ജാമ്യം കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത കേസിൽ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. അടുത്ത കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടും. അപ്പോൾ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിന് കാരണമാവും. അന്വേഷണത്തിന്റെ റഡാറിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടി അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഈ ജാമ്യം ഒരു കാരണമായി മാറും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളതെന്ന്. അത് പിന്നീട് കോടതി ശരിവെച്ചു. അതായത് മന്ദഗതിയിലായിട്ടുണ്ട് അന്വേഷണം എന്ന്. ഇപ്പോ ഞാൻ ഇതുവരെ
SITയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. കാരണം SITയിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഇപ്പോഴും വിശ്വാസമുണ്ട്. പക്ഷെ SIT വീഴ്ച വരുത്തിയിട്ടുണ്ട്. കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുറ്റവാളികളായ ആളുകൾക്ക് ജാമ്യം കിട്ടുമെന്നും അവർ പുറത്തിറങ്ങിയാൽ ഈ നഷ്ടപ്പെട്ട സ്വർണം വരെ കണ്ടെടുത്തിട്ടില്ല, ദ്വാരപാലക ശില്പം കണ്ടെടുത്തിട്ടില്ല. ഈ കുറ്റവാളികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനിയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുള്ളതുകൊണ്ടാണ് കോടതി അല്ലാതെയുള്ള ജാമ്യം അവർക്ക് നിഷേധിച്ചത്. കോടതി അല്ലാതെ ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല. വളരെ ശക്തമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ജാമ്യത്തിൽ വരികയാണോ എന്ന് ചോദിച്ചവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്തത് തീരെ ശരിയായില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കുറ്റപത്രം വൈകിക്കഴിഞ്ഞാൽ സമയത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ഈ പ്രതികൾക്കെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം ലഭിച്ച് അവരെല്ലാം പുറത്തു വരും. അവർക്കെതിരായി നടപടിയെടുക്കാത്ത പാർട്ടിയാണിത്. 3 പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി പാർട്ടി നടപടി പോലും സ്വീകരിക്കാത്ത പാർട്ടിയാണിത്. ആ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് അവരെ ജാമ്യം കിട്ടിയപ്പോൾ അല്ലാതെ ജാമ്യം കിട്ടില്ല. അല്ലാതെ ജാമ്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമം നടത്തി, സുപ്രീം കോടതിയിലും പോയി ഹൈക്കോടതിയിലും ഒക്കെ പോയി, ജാമ്യം കിട്ടിയില്ല. അപ്പൊ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനുള്ള അവസ്ഥ SIT ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണ് SITയെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. CHR മേഖലയിൽ വിവിധ ചട്ടങ്ങൾ പ്രകാരം നൽകിയ പട്ടയങ്ങളുടെ എണ്ണം, വിസ്തീർണം എന്നിവ സംബന്ധിച്ച് വിവരശേഖരണം നടത്തി 1 വർഷം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു. CHR കേസുകളിൽ LDF സർക്കാർ കാണിച്ച നിരുത്തരവാദിത്തമാണ് തിരിച്ചടിയാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CHR മേഖലയിൽ വിവിധ ചട്ടങ്ങൾ പ്രകാരം നൽകിയ പട്ടയങ്ങളുടെ എണ്ണം, വിസ്തീർണം എന്നിവ സംബന്ധിച്ച് വിവരശേഖരണം നടത്തി 1 വർഷം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു. CHR മേഖലയിലെ പട്ടയ വിതരണം തടഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. സർക്കാർ ഈ വിധി പുനഃപരിശോധിക്കാൻ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ പട്ടയ വിതരണം തടയാൻ കാരണങ്ങൾ 2ആണ്. ഒന്ന്, CHRന്റെ വിസ്തൃതി. ഈ മേഖലയിൽ നൽകിയ പട്ടയങ്ങൾ എന്നിവ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ സമർപ്പിക്കാൻ കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ വിവരങ്ങൾ ഇതുവരെ നൽകിയില്ല. 2, സുപ്രീം കോടതി അനുമതിയോടെയാണ് ഈ മേഖലയിൽ പട്ടയം നൽകിയതെന്ന കാര്യം സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞില്ല. ഈ CHRുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ വസ്തുതകൾ കോടതിയിൽ അറിയിക്കണം. CHRന്റെ ഏരിയയിൽ ഉള്ള ഭൂമി എത്ര, അതിനകത്തുള്ള മറ്റ് എത്ര പഞ്ചായത്തുകളുണ്ട്, എത്ര ജനവാസമുണ്ട് ആ പ്രദേശത്ത്, എത്ര സർക്കാർ ഓഫീസുകളുണ്ട്, സ്കൂളുകളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ CHRനെ സംബന്ധിച്ചുള്ള കൃത്യമായ വസ്തുതകൾ സർക്കാർ സുപ്രീം കോടതി ധരിപ്പിക്കണം. പിന്നെ പട്ടയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കാര്യം പറയണം. സർക്കാർ ഇങ്ങനെ കൃത്യമായ കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ 2009 നേച്ചർ ലവേഴ്സ് മൂവ്മെന്റ് VS കേരള സർക്കാർ കേസിന്റെ ഭാഗമായിട്ട് CHRൽ ഉൾപ്പെടുന്ന 20,300 ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകാൻ സുപ്രീം കോടതി അനുമതി നൽകിയതാണ്. ആ ഉത്തരവിന് പ്രകാരം കൃത്യമായി പറഞ്ഞിരിക്കുക കോട്ടയം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലും അതോടൊപ്പം തന്നെ മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുമുള്ള CHRൽ ഉൾപ്പെടുന്ന 20,300 ഹെക്ടർ ഭൂമിക്ക് 2009 പട്ടയം കൊടുക്കാൻ സുപ്രീം കോടതി തന്നെ ഉത്തരവിട്ടതാണ്. അപ്പോൾ സർക്കാർ അഭിഭാഷകൻ ഈ കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതിയായിരുന്നു. 2009 സുപ്രീം കോടതി തന്നെ CHRൽ ഉൾപ്പെടുന്ന 20,300 ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകാൻ അനുമതി നൽകിയിട്ടുള്ളതാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CHRൽ പട്ടയം നൽകിയിട്ടുള്ളതെന്നും ഞങ്ങൾ ആ സുപ്രീം കോടതിയുടെ അടിസ്ഥാനത്തിൽ ഇത്ര ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകിയിട്ടുണ്ടെന്നും ഇനിയും ഇത്ര ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകാനുണ്ടെന്നും അതിന് അനുവദിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നെങ്കിൽ ഈ 2024 ഒക്ടോബർ 10 CHRലെ പട്ടയ വിതരണം സുപ്രീം കോടതി വിലക്കില്ലായിരുന്നു. സർക്കാർ അഭിഭാഷകൻ മൗനം പാലിച്ചു. ആ മൗനമാണ് 27 വില്ലേജുകളിലെ CHRൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ കൃഷിക്കാരുടെ പട്ടയ വിലക്കിന് കാരണമായിട്ടുള്ളത്. CHR കേസിൽ സർക്കാർ വ്യക്തമായ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നാണ് റവന്യൂ മന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലയിലെ ഇടതു നേതാക്കളും പറയുന്നത്. എന്നാൽ ഈ വാദം കളവാണെന്ന് സത്യവാങ്മൂലം പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. ഒരു പഠനവും നടത്താതെയാണ് 2007 ഈ കേസ് സത്യവാങ്മൂലം നൽകിയത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് 2024 ഒക്ടോബർ 23 ജില്ലാ ഭരണകൂടം നടത്തിയ വിവരശേഖരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലങ്ങളും ജില്ലാ ഭരണകൂടം ശേഖരിച്ച വിവരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. CHR കേസുകളിൽ LDF സർക്കാർ കാണിച്ച നിരുത്തരവാദിത്തമാണ് തിരിച്ചടിയാകുന്നത്. 2024 ഒക്ടോബർ 23 വരെയുള്ള പട്ടയങ്ങളുടെ എണ്ണം ഇങ്ങനെയാണ്. 1993 റൂൾ അനുസരിച്ചുള്ളവ 21,014. 1964 റൂൾ അനുസരിച്ചുള്ളത് 24,868. ഏലപ്പട്ടയം, LT പട്ടയം, ലക്ഷംവീട് പട്ടയം, ട്രൈബൽ പട്ടയം, സീറോ ലാൻഡ് പട്ടയം, HRC പട്ടയം, പുതുവൽ റൂൾ പ്രകാരമുള്ള പട്ടയങ്ങൾ ഉൾപ്പെടെ ആകെ
55,650 പട്ടയങ്ങൾ. CHRൽ നൽകിയ പട്ടയങ്ങളുടെ എണ്ണം സംബന്ധിച്ച് സർക്കാർ സത്യവാങ്മൂലം നൽകിയത് 2023 ഒക്ടോബർ 7-നാണ്. അതിലെ വിവരങ്ങൾ ഇപ്രകാരമാണ്. 5/11/2007 വരെ 1993 റൂൾ പ്രകാരം നൽകിയ പട്ടയങ്ങൾ 25,293. 5/11/2007 ശേഷം 1993 റൂൾ പ്രകാരം നൽകിയ പട്ടയങ്ങൾ 49,805. 1964 റൂൾ പ്രകാരം നൽകിയ പട്ടയങ്ങൾ 11,013. ആകെ 86,111 എണ്ണം. അതായത് 2007 വരെ CHR മേഖലയിൽ 1993 റൂൾ പ്രകാരം നൽകിയതായി സത്യവാങ്മൂലത്തിൽ പറയുന്ന ആകെ പട്ടയങ്ങൾ 2024 പോലും നൽകിയിട്ടില്ല. ശേഖരിച്ച കണക്കിലും സത്യവാങ്മൂലത്തിലും പട്ടയങ്ങളുടെ എണ്ണം തമ്മിലുള്ള വ്യത്യാസം 30,461. CHRൽ പട്ടയം നൽകിയ ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച് 2007-ലാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. 1,28,468 ഏക്കർ ഭൂമിക്ക് പട്ടയം നൽകിയെന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ ജില്ലാ ഭരണകൂടം നടത്തിയ വിവരശേഖരണ പ്രകാരം 24/10/2024 വരെ പട്ടയം നൽകിയ ഭൂമിയുടെ അളവ് 1,16,955 ഏക്കർ മാത്രമാണ്. മൊത്തത്തിൽ 11,513 ഏക്കർ ഭൂമിയുടെ വ്യത്യാസം. CHRന്റെ ആകെ വിസ്തൃതി സംബന്ധിച്ചും തെറ്റായ വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുള്ളത്. സർക്കാർ വിവിധ കോടതികളിൽ നൽകിയ സത്യവാങ്മൂലത്തിലും തിരുവിതാംകൂർ ഫോറസ്റ്റ് മാനുവലിലും വിവിധ വിജ്ഞാപനങ്ങളിലും CHRന്റെ വിസ്തൃതി 333 മുതൽ 336 സ്ക്വയർ മൈലാണ്. എന്നാൽ 2007-ലും 2024-ലും സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് 413 സ്ക്വയർ മൈലാണ് CHRന്റെ വിസ്തൃതി എന്നാണ്. CHR കേസിൽ സുപ്രീം കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പട്ടയ വിതരണത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടും യഥാർത്ഥ വിവരങ്ങൾ കോടതിയിൽ നിന്ന് മറച്ചുവെച്ച് സർക്കാർ മലയോര ജനതയെ വഞ്ചിക്കുകയാണ്. സത്യവാങ്മൂലത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കേണ്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രിയടക്കമുള്ള CHR മേഖലയിലെ ജനപ്രതിനിധികൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും സർക്കാരിനെ കൊണ്ട് തെറ്റുതിരുത്തിക്കാനും തയ്യാറാകുന്നില്ല. അടിയന്തരമായി സത്യവാങ്മൂലങ്ങളിലെ തെറ്റുതിരുത്തി യഥാർത്ഥ വസ്തുതകൾ കോടതിയെ ധരിപ്പിച്ച് പട്ടയവിലക്ക് നീക്കാനും CHR പ്രദേശം റവന്യൂ ഭൂമിയായി നിലനിർത്താനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും വിജോ മാണി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ദുരിതം സമ്മാനിച്ച് ന്യൂമാൻ കോളേജ് ബൈപ്പാസ്. കൃത്യമായ സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ ന്യൂമാൻ കോളേജിന് സമീപത്തെ ജംഗ്ഷൻ അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. അതോടൊപ്പം പൈപ്പ് പൊട്ടിയത് മൂലമുണ്ടായി കുഴി അടയ്ക്കാത്തത് അപകടം വ്യാപ്തി കൂട്ടുകയാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപത്തെ നാൽക്കവല എന്നും പ്രശ്നങ്ങളിലാണ്. കൃത്യമായ സൂചകങ്ങളില്ലാത്തത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനയാത്രികർക്ക് കാണുവാനായി കൃത്യമായ സൂചനാ ബോർഡുകളോ മറ്റ് സിഗ്നലുകളോ സ്ഥാപിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. മങ്ങാട്ടുകവല ഭാഗത്തു നിന്ന് വരുന്ന റോഡിലാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ അത് മാത്രം കൊണ്ട് യാതൊരു ഗുണവുമില്ലാത്ത അവസ്ഥയാണ്. കാരിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സുരക്ഷിതമായി ബൈപ്പാസ് റോഡിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ്. കൂടാതെ കാരിക്കോട് ഭാഗത്തേക്ക് പോകുവാനുള്ള വാഹനങ്ങൾ തിരിഞ്ഞു പോകാൻ കഴിയാത്ത വിധം തിരക്കും അനുഭവപ്പെടുന്നു. വാഹനങ്ങൾ നിർത്തിക്കൊടുക്കാത്തത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടായ നിരവധി സംഭവങ്ങളുണ്ട്. അതോടൊപ്പം ന്യൂമാൻ കോളേജിന് സമീപം വാട്ടർ പൈപ്പ് പൊട്ടി റോഡ് കുഴിയായതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇരുചക്ര വാഹന യാത്രികരാണ് ദുരിതത്തിലായിരിക്കുന്നത്. വെളിയാമറ്റം സ്വദേശി കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിരുന്നു. വേഗത കുറവായിരുന്നതുകൊണ്ടാണ് സാരമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വലിയ അപകടങ്ങൾ ഉണ്ടാകാതെ കുഴി അടക്കില്ല എന്ന രീതി പൊതുമരാമത്ത് വകുപ്പ് മാറ്റണമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ അടിമാലി യൂണിറ്റ് പ്രസിഡന്റും AIWK അംഗവുമായ PR അനിലിനെ യാതൊരു പ്രകോപനവുമില്ലാതെ SHO മർദ്ദിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് യൂണിഫോമിലല്ലാത്ത സ്റ്റേഷനിലെത്തിയ SHO മർദ്ദിച്ചത്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടിയെടുത്തില്ലെങ്കിൽ 27-ന് ഇടുക്കിയിലെ മുഴുവൻ വർക്ക്ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും അവർ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ അടിമാലി യൂണിറ്റ് പ്രസിഡന്റും അടിമാലി പോലീസ് സ്റ്റേഷന് മുൻപിൽ ബാറ്ററി ഇലക്ട്രിക് വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന AIWK അംഗവുമായ അനിൽ PR 30-ാം തീയതി രാവിലെ 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച വിഷയവുമായി ബന്ധപ്പെട്ട്
അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാൻ എത്തിയപ്പോഴായിരുന്നു യൂണിഫോമില്ലാതെ സ്റ്റേഷനിലെത്തിയ SHO യാതൊരു പ്രകോപനവുമില്ലാതെ ഇയാളുടെ 2 കരണത്തും അടിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രിക്കും DGPക്കും ഇടുക്കി SP-ക്കും ഇടുക്കി DYSP-ക്കും കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും പരാതി നൽകി. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യേണ്ടതായ കുറ്റകൃത്യം നടത്തിയിട്ടില്ലെന്ന് കാണിച്ച് DYSP ഓഫീസിൽ നിന്നും 19-ന് മറുപടി ലഭിച്ചു. ഇത് തൃപ്തികരമല്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SHOയെ മാറ്റി നിർത്തി സത്യസന്ധമായ അന്വേഷണം നടത്തി നടപടി ഉണ്ടാകും വരെ സംഘടന സമരമുഖത്ത് ഇറങ്ങുന്നതിന്റെ ഭാഗമായി അടിമാലിയിൽ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തു. ഇതിനെ തുടർന്ന് 10 ദിവസത്തിനകം നടപടി ഉണ്ടായില്ല എങ്കിൽ 27-ന് ഇടുക്കിയിലെ മുഴുവൻ വർക്ക്ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. 30/12/2025 ഡിസംബർ മാസത്തില് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഒരു വാഹനം 2 വാഹനങ്ങൾ തമ്മിൽ ഇടിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരത്തിന് അടിമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അവിടുത്തെ SI ഷാജിയുമായി സംസാരിച്ച് ഏകദേശം ധാരണയായതാണ്. അപ്പോഴാണ് അവിടുത്തെ CI ലൈലിമാൻ അവിടെ എത്തുകയും ഇദ്ദേഹത്തെ യാതൊരു പ്രകോപനമില്ലാതെ രണ്ട് മുഖത്തും അടിക്കുകയും മുണ്ടിന് കുത്തിപ്പിടിച്ച് അടിവയറ്റിൽ വേദന ഉണ്ടാകാത്ത രീതിയിൽ അമർത്തുകയും ചെയ്തു. ഒരു പ്രകോപനവുമില്ല. അദ്ദേഹം അനിൽ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് 30 വർഷത്തോളമായി ബാറ്ററി കടയിൽ വണ്ടിയുടെ ഇലക്ട്രിക് വർക്കും ചെയ്യുന്നതാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അദ്ദേഹത്തെ അറിയാവുന്നതുമാണ്. വളരെ സൗമ്യനും അതുപോലെ തന്നെ പൊതുപ്രവർത്തകനുമാണ്. നിയമം എല്ലാവർക്കും ബാധകമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന നിയമം പാലിക്കേണ്ട ആൾക്കാരാണ്. അവർ തന്നെ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അതിനെതിരായിട്ട് ഒരു നടപടി പോലും എടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടന 16-ാം തീയതി അടിമാലി പ്രസ് ക്ലബിൽ ഞങ്ങൾ പത്രസമ്മേളനം വിളിക്കുകയും അവിടുത്തെ പത്രപ്രവർത്തകരെല്ലാം വളരെ ദിവസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളിലാണ് നടത്തിയിരുന്നു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാകന്ദൻ നേതൃത്വം നൽകുന്ന മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട്ട്, ട്രഷറർ സുധീർ മേനോൻ, ജില്ലാ ഭാരവാഹികളായ നിസാർ കാസിം, സുമേഷ് S. പിള്ള, ജോസ് AJ, സന്തോഷ് കുമാർ, മറ്റ് ജില്ലാ ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാകന്ദൻ, സെക്രട്ടറി നിസാർ കാസിം, ജോസ് AJ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബൈസൺവാലി ഗ്യാപ് റോഡിൽ വീണ്ടും വാഹനാപകടം. ചക്രമടിക്കുടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ബസ് റോഡിന്റെ തിട്ടയിൽ ഇടിച്ചു മറിഞ്ഞു. തമിഴ്നാട് ട്രിച്ചി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 13 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക് സംഭവിച്ചു. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബൈസൺവാലി ഗ്യാപ് റോഡിൽ വീണ്ടും വാഹനാപകടം. ചക്രമുടി കുടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ബസ് റോഡിന്റെ തിട്ടയിലിടിച്ചു മറിഞ്ഞു. തമിഴ്നാട് ട്രിച്ചി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക് സംഭവിച്ചു. ഇന്ന് രാവിലെ 10:30യോടെയായിരുന്നു അപകടം നടന്നത്. വാഹനത്തിൽ 15ഓളം വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം തിട്ടയിലിടിച്ച ശേഷം റോഡിൽ തന്നെ മറിയുകയായിരുന്നു. യാത്രക്കാർ വാഹനത്തിൽ അടിയിൽപ്പെട്ടതായി വിവരമുണ്ട്. ഗുരുതര പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. മറ്റ് യാത്രക്കാർക്ക് നിസാര പരിക്ക് സംഭവിച്ചു. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ബൈസൺ വാലി ഗ്യാപ് റോഡിൽ വാഹനാപകടം തുടർക്കഥയാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് മുന്നിൽ വിജിലൻസ് DYSP ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന വാഹനം തലകീഴായി മറിഞ്ഞ് അപകടം. ഇടുക്കി വിജിലൻസ് DYSP ഷാജു ജോസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വാഹനം ബ്രേക്ക് ചെയ്ത് വെട്ടിച്ചപ്പോഴാണ് തലകീഴായി മറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് തിരികെ ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയാണ് അപകടം നടന്നത്. ആർക്കും കാര്യമായ പരിക്കുകളില്ല. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് മുന്നിൽ വിജിലൻസ് DYSP ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന വാഹനം തലകീഴായി മറിഞ്ഞ് അപകടം. ഇടുക്കി വിജിലൻസ് DYSP ഷാജു ജോസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 4:00-ഓടെയാണ് അപകടം. നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വാഹനം പൊടുന്നനെ ബ്രേക്ക് ചെയ്ത് വെട്ടിച്ചപ്പോഴാണ് തലകീഴായി മറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് തിരികെ ഇടുക്കിയിലേക്ക് പോകുകയായിരുന്നു വിജിലൻസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനം. നിർമ്മല കോളേജിൽ നിന്ന് ബൈക്കിലെത്തിയ സംഘം റോഡിലേക്ക് കടന്നതോടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ പൊടുന്നനെ ബ്രേക്ക് ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ബൈക്ക് സ്കിഡ് ചെയ്ത് വിദ്യാർത്ഥികളും റോഡിൽ വീണു.
ഇവർക്കും പരിക്കുകളില്ല. തലകീഴായി മറിഞ്ഞ പോലീസ് വാഹനത്തിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാരും ഇവിടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളും ചേർന്നാണ് പുറത്തിറക്കിയത്. ആർക്കും കാര്യമായ പരിക്കുകളില്ല. നിർമ്മല കോളേജിന് മുന്നിൽ സമാനമായ അപകടങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. കോളേജിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ വിദ്യാർത്ഥിനിയെ ഇതിലൂടെ എത്തിയ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് വീഴ്ത്തിയത് വലിയ വിവാദമായിരുന്നു. കോളേജിലെ നമിത എന്ന വിദ്യാർത്ഥിനി മരിച്ചതിനെ തുടർന്ന് ഇവിടെ റോഡ് സുരക്ഷാ നിബന്ധനകൾ കർശനമാക്കിയിരുന്നു. തൊടുപുഴ ഡീപോൾ ഇന്റർനാഷണൽ സ്കൂളിൽ ഡെലീസിയ 2K25 വാർഷികാഘോഷം നടത്തി. മിമിക്രി ആർട്ടിസ്റ്റും ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ പി രഘുകൃഷ്ണൻ, പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ റവറൻ ഫാദർ ബിജോയ് കിഴക്കേത്തോട്ടം VC എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. തൊടുപുഴ ഡീപോൾ ഇന്റർനാഷണൽ സ്കൂളിൽ വാർഷികാഘോഷം ഡെലീസിയ 2K25 സംഘടിപ്പിച്ചു. മിമിക്രി ആർട്ടിസ്റ്റും ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ പി രഘുകൃഷ്ണൻ, പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ റവറൻ ഫാദർ ബിജോയ് കിഴക്കേത്തോട്ടം എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. നമ്മുടെ കുട്ടികളുടെ പ്രകടനങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കുറവ് അനുഭവപ്പെട്ടത് എന്താണെന്നറിയോ? ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ടും കുറവ് അനുഭവപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഒരു കയ്യടിയുടെ കുറവ് എന്തായാലും ഉണ്ട് ഇവിടെ, ഇല്ലേ? എന്നിട്ടും കൈയടിക്കുന്നില്ല എന്നുള്ളതാ. കാരണം നമ്മളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മാറ്റുരയ്ക്കുന്ന ഒരു വേദിയാണിത്. അവർക്ക് ആ ഒരു പ്രോത്സാഹനം കിട്ടുമ്പോഴായിരിക്കും പിന്നീട് അല്ലെങ്കിൽ കലാരംഗത്തായാലും ഉയർന്നു വരുവാനുള്ള ഒരു പ്രചോദനമാകുന്നത് ആ ഒരു കൈയടിയും പ്രോത്സാഹനമാണ്. നിറഞ്ഞ ഒരു സ്നേഹം. എല്ലാവരും ചേർന്ന് ഒരു കൈയടി തന്നു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. And as we know, the education is not learning alphabets. So usually when the parents, especially I know the parents are here, our students are here mostly from LKG to class 2. They are studying. And we are worried about whether they have learned letters or whether they have learned alphabets, numbers, the addition, subtraction. Are they able to speak? And education is not only about learning of the alphabets, the learning of numbers, or it is about addition or subtraction. And education should help us. The first and foremost thing, an education will help a student to make him capable of living in this world. To be capable of a person who is able to cope up with the realities of daily life. And these days we are very much shocked to hear of the many suicide cases. And I think that there are many other suicide cases, especially I heard in 2-3 cases in Idukki district, that also in so very many good schools. And the children of class 9, class 11, even one child of class 6 committed suicide within this 2-3 months span. So where this Montessori school, so what is the unique position of the Montessori school is that the Montessori school, the aims at to keep the uniqueness of that child. Usually in education pattern, we try to make everyone equal. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് പൂനാട്ട്, പ്രിൻസിപ്പൽ റവറൻ ഫാദർ സിബി കെ ജോൺ, ബെർസാർ റവറൻ ഫാദർ ജോസഫ് പാറക്കുന്നിൽ, അസിസ്റ്റന്റ് ബെർസാർ റവറൻ ഫാദർ ക്രിസ്റ്റി മേടയിൽ, PTA പ്രസിഡന്റ് ഡോക്ടർ ബിനോയ് ചാക്കോ, അക്കാദമിക് കോർഡിനേറ്റർ ലീന മാത്യു എന്നിവർ പങ്കെടുത്തു. യുവതി യുവാക്കളുടെ കുടുംബജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടി SNDP യോഗം നടപ്പിലാക്കി വരുന്ന പ്രീ മാരേജ് കൗൺസിലിംഗ് കോഴ്സ് യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി KP ബിനു അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ PV സന്തോഷ്, KR സദൻ, രാജൻ, ചന്ദ്രൻ, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി സുനീഷ് വലിയപുരയ്ക്കൽ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി പ്രമോദ് ധനപാലൻ, PV പ്രജിത്ത് എന്നിവർ പ്രസംഗിച്ചു. തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു.
PTA പ്രസിഡന്റ് KM അജുമോൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ MG മഹിമ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് PB രാധിക, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് GG സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്ഥാപനം ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ ഏറ്റവും മഹത്തായിട്ടുള്ള വിദ്യാഭ്യാസ സംഭാവന നൽകിയിട്ടുള്ള ഒരു ഇടമാണ്. ഒരു മുട്ട നിങ്ങൾ പൊരിച്ച് നിങ്ങളുടെ കുഞ്ഞിന് നൽകി സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഒരു മുട്ട കൂടി അവൻ പൊരിച്ച് ആ ഭക്ഷണ സാധനങ്ങളുടെ കൂടെ നൽകിയാൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് നൽകുവാൻ നിങ്ങൾ നിർദ്ദേശം കൊടുത്താൽ അവനത് നുള്ളി 5 കൂട്ടുകാർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒരു കോഴിമുട്ടയ്ക്ക് 5 രൂപ വിലയാണ്, 6 രൂപ വില. നിങ്ങൾക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് വഴിതെറ്റി പോകുമ്പോൾ ഈ 6 രൂപയ്ക്ക് പകരം 50,000 രൂപ നിങ്ങൾ മുടക്കിയാലും അവനെ നേർവഴിക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരസ്പര ഷെയറിങ്ങിൻ്റെയും ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെയും സാമൂഹ്യ ബോധം ഉരുത്തിരിഞ്ഞ് ഒരു കുഞ്ഞു വളരുന്നതിനും എല്ലാം ഒരു പരസ്പര സഹാനുഭൂതിയോടുകൂടി കണ്ടു വളരുന്നതിനുമെല്ലാം ഒരു ജീവിതത്തിൻ്റെ അർപ്പണത്തിന് നിങ്ങളും വലിയ പ്രാധാന്യം, നിങ്ങളുടെ റോളും വലുതാണെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. PTA പ്രസിഡന്റ് KM അജിമോൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ MG മഹിമ സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് രാധിക PB റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് GG സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിഷ എൽദോസ് വിരമിക്കുന്ന ജീവനക്കാരെ ആദരിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി സുനിൽ പ്രതിഭകളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പ്രിൻസ് ജോർജ്, SMC ചെയർമാൻ ലതീഷ് M PTA പ്രസിഡന്റ് ജയചിത്ര സുനിൽ, മുൻ വാർഡ് മെമ്പർ ജിൻസി സാജൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ബോബി ജോർജ്, VHSC വിഭാഗം, ഷാജി AJ, HST ഹിന്ദി, നന്ദാഭായ് AN, FTM എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി മേനക CA നന്ദി രേഖപ്പെടുത്തി. കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. PTA പ്രസിഡന്റ് ജയചിത്ര സുനിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പായസ വിതരണം നടത്തി. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാലത്തന്ന് ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് നല്ല മഴയുണ്ടല്ലോ, വഴി കടലിൽ പോയിട്ട് കാണുന്നുമില്ലല്ലോ. കിട്ടിയതാണ്. ഇത് ചുണ്ടിൽ കിട്ടിയതാണോ അതോ നിങ്ങൾ എവിടെയെങ്കിലും ചുണ്ടിലാണോ? നീ ഇത് കൊടമ്പലയിട്ടിട്ട് വാ. അതിനെവിടെ പുളിയില്ല. എന്നാൽ മുടക്കുപുള്ളി, അയ്യോ തെറ്റിപ്പോയല്ലോ. ചമ്മി മുടക്കുപുള്ളിയിട്ട് പുള്ളിക്ക് അതിനിവിടെ മുളകുമില്ല. എന്നാൽ ഉപ്പ് വേട്ടി ഉണക്ക് പലചരക്ക് സാധനങ്ങൾ ഒന്നുമില്ല. ചെയ്തവനാ
തട്ടക്കുഴ. അടിവാട് മാലിക് ദിനാർ സ്കൂളിൽ മലർവാടി മഴവില്ല് ചിത്രരചന മത്സരങ്ങൾ നടത്തി. വിവിധ കാറ്റഗറിയിൽ 300ഓളം കുട്ടികളാണ് ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്തത്. പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു ഉദ്ഘാടനം ചെയ്തു. മലർവാടി ഏരിയ രക്ഷാധികാരി EK അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. മാലിക് ദിനാർ ആക്ടിംഗ് ചെയർമാൻ VM മുഹമ്മദ്, തണൽ പ്രസിഡന്റ് മൈദീൻകുട്ടി പഴമ്പള്ളി, EA ചുമ്മർ, സജ്ന, മുഹമ്മദ് ഷാഫി, ഐഷ തുടങ്ങിയവർ സംസാരിച്ചു. വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സംസ്ഥാന തലത്തിൽ ഏകദേശം 500ഓളം കേന്ദ്രങ്ങളിൽ 10,000 കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സ്കൂളിൽ ഇന്ന് പല്ലാരിമംഗലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഏകദേശം 300ഓളം കുട്ടികൾ പങ്കെടുക്കുന്നു. 30ഓളം സ്കൂളുകളിൽ നിന്നായിട്ട് 300ഓളം കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. കുട്ടികളിൽ നിന്നും രക്ഷകർത്താക്കളിൽ നിന്നും മികച്ച പ്രതികരണമായിട്ടുണ്ടായിട്ടുള്ളത്. ഈ മലർവാടിയുടെ കീഴിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം കുട്ടികളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോഷി അഗസ്റ്റിനെ വീഴ്ത്താൻ കരുത്തൻ വരണം. ഇടുക്കി സീറ്റിനായി വാദിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. വിജയസാധ്യത ഏറെയുള്ള ഇടുക്കി മണ്ഡലം ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്നതിൽ പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ ശക്തമായ എതിർപ്പുണ്ട്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെ വീഴ്ത്താൻ കരുത്തൻ വരണം. ഇടുക്കി സീറ്റിനായി വാദിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലമായ ഇടുക്കി കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുത്ത് നേരിട്ട് മത്സരിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. വിജയസാധ്യത ഏറെയുള്ള ഇടുക്കി മണ്ഡലം ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്നതിൽ പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ ശക്തമായ എതിർപ്പുണ്ട്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് തനിച്ച് മത്സരിച്ച് വിജയിച്ച ചരിത്രമുള്ള മണ്ഡലമാണ് ഇതെന്നും കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഇറങ്ങിയാൽ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നുമാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള മന്ത്രി റോഷി അഗസ്റ്റിനെ നേരിടാൻ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിയില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. റോഷി അഗസ്റ്റിൻ വ്യക്തിപരമായ സ്വാധീനവും ഭരണനേട്ടങ്ങളും മണ്ഡലത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ റോഷിക്ക് വിജയം എളുപ്പമാകുമെന്നും മറിച്ച് കോൺഗ്രസിൽ നിന്ന് ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ പോരാട്ടം വിജയിപ്പിക്കാൻ കഴിയൂ എന്നും പാർട്ടി വിശ്വസിക്കുന്നു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ മൂലം മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ തരംഗം വോട്ടാക്കി മാറ്റാനാണ് UDF ലക്ഷ്യമിടുന്നത്. കട്ടപ്പന നഗരസഭയിലെ അപ്രതീക്ഷിത വിജയം നൽകുന്ന ആത്മവിശ്വാസം ഇതിന് അടിവരയിടുന്നു. സീറ്റ് സംബന്ധിച്ച തർക്കങ്ങൾ പരസ്യമായി പറയരുതെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും താഴെത്തട്ടിൽ ചർച്ചകൾ സജീവമാണ്. കട്ടപ്പനയിലെത്തിയ VD സതീശൻ ഇക്കാര്യം മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയെങ്കിലും അണിയറയിൽ സീറ്റ് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ സജീവമാണെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിലെ ടൂറിസം സാധ്യതകൾക്ക് വലിയ കുതിപ്പേകുന്ന ഇറിഗേഷൻ ടൂറിസം പദ്ധതിക്ക് കോളപ്ര മുനമ്പിൽ തുടക്കമാവുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. CHR മേഖലയിൽ പട്ടയങ്ങളുടെ എണ്ണം, വിസ്തീർണം എന്നിവ സംബന്ധിച്ച് വിവരശേഖരണം നടത്തി. 1 വർഷം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കാത്തത് എന്തുകൊണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു. ദുരിതം സമ്മാനിച്ച് ന്യൂമാൻ കോളേജ് ബൈപ്പാസ്. കൃത്യമായ സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ ന്യൂമാൻ കോളേജിന് സമീപത്തെ ജംഗ്ഷൻ അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PR അനിലിനെ SHO മർദ്ദിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബൈസൺ വാലി ഗ്യാപ് റോഡിൽ വീണ്ടും വാഹന അപകടം. ചക്രപടി കുടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ബസ് റോഡിന്റെ തിട്ടയിൽ ഇടിച്ചു മറിഞ്ഞു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.